ഓക്കെ മക്കളെ, ഇനി നമ്മൾ 20th ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്മളെ 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്ററിലെ ഡയറക്റ്റായിട്ട് എല്ലായ്പ്പോഴും ചോദിക്കുന്ന ഒരു കൺസെപ്റ്റായ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ പറഞ്ഞാൽ എന്താ, ഇഫ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് എക്സ് മൈനസ് ലാംഡ ബൈ -2 y -2 by 1 z -1 by 1 ഈക്വൽ ടു ആരാ, എക്സ് മൈനസ് √3 by 1 ഈക്വൽ ടു y -1 by -2 ഈക്വൽ ടു ആരാ, z -2 by 1 ആണ്. ഈസ് 1. അതായത് ഈ രണ്ട് ലൈനുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്താണെന്ന് തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ, അങ്ങനെയെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ലാംഡയുടെയും സം ആണ്. അപ്പോൾ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്ന ഫോമിൽ എന്താ, മോഡുലസ് ഓഫ് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2 അല്ലേ. ഇതെന്താന്ന് തന്നിട്ടുണ്ട്, 1 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി പറ, ഇവിടെ a1 ആരാ, a2 ആരാ, b1 ആരാ, b2 ആരാ. a1 എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ലാംഡ i പ്ലസ് 2j പ്ലസ് കെ, ലാംഡ i പ്ലസ് 2j പ്ലസ് കെ. a2 ആരാ, a2 √3i പ്ലസ് j പ്ലസ് 2k, √3i പ്ലസ് j പ്ലസ് 2k. ദെൻ b1 ആരാ, b1 ഈസ് പാരലൽ വെക്ടർ അല്ലേ, ആരാ, ഈ താഴെ കാണുന്ന ആൾ. എന്താ വരിക, -2i പ്ലസ് j പ്ലസ് കെ. ദെൻ b2 ആരാ, ഈ താഴെ കാണുന്ന ആൾ. അപ്പം എന്താ വരിക, i -2j പ്ലസ് കെ. ഇനി ഈ ഇക്വേഷനിൽ ആരൊക്കെ വേണം, ആദ്യം a2 - a1 വേണ്ടേ. എന്താ a2 - a1 എന്ന് പറഞ്ഞാൽ, a2ഉം a1ഉം സബ്ട്രാക്ട് ചെയ്യുക. എന്ത് വരും, √3 - ലാംഡ i, √3 - ലാംഡ i. ദെൻ j - 2j എന്താ, -j, 2k - k എന്താ, k. ഇതാണ് a2 - a1. ദെൻ b1 ക്രോസ് b2 എന്താ മക്കളെ, b1 ക്രോസ് b2 ഫസ്റ്റ് റോ i j k എഴുതാം. ഇനി b1 ആരാ, b1 എന്ന് പറഞ്ഞാൽ -2 1 1 അല്ലേ, -2 1 1. b2 ആരാ, 1 - 1 അല്ലേ, 1 - 1. ചെയ്ത് നോക്കാം. ഡിറ്റർമിനന്റ് വാല്യൂ കാണാൻ അറിയാലോ, അത് അപ്ലൈ ചെയ്യാം. അപ്പം എന്തായി, i × 1 + 2 -j × -2 - 1 പ്ലസ് k × 4 - 1 എന്ത് വരിക, 3i പ്ലസ് 3j പ്ലസ് 3k അല്ലേ. എന്ത് കിട്ടുക, b1 ക്രോസ് b2 ഈക്വൽ 3i പ്ലസ് 3j പ്ലസ് 3k. 3 കോമൺ ആക്കി എടുത്താൽ i പ്ലസ് j പ്ലസ് k കിട്ടിയാലോ. ഇനി ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈക്വൽ ടു a2 - a1. a2 - a1 എന്താ, ദാ ഈ കാണുന്ന ആളല്ലേ. എന്താ വരിക, √3 മോഡുലസ് ഓഫ് √3 - ലാംഡ i. ദെൻ -j പ്ലസ് k, -j പ്ലസ് k. a2 - a1 ഡോട്ട് b1 ക്രോസ് b2, b1 ക്രോസ് b2 ആരാ, 3 × i പ്ലസ് j പ്ലസ് k അല്ലേ, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് b1 ക്രോസ് b2. അപ്പം എന്തായി, മോഡുലസ് ഓഫ് 3 × i പ്ലസ് j പ്ലസ് k. ഇതാരാ, 1 ആണ് അല്ലേ. കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 3 പുറത്തേക്ക് എടുക്കുക. ഇയാളുടെ ഡോട്ട് ചെയ്യാലോ, ഡോട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം, √3 - ലാംഡ × 1 എന്തായി, √3 - ലാംഡ പ്ലസ് -1 × 1 -1. ദെൻ 1 × 1 +1 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ ഇയാളുടെ മോഡുലസ് എന്താ, ആ 3നെ പുറത്തേക്ക് എടുക്കാമല്ലോ, ഇൻറ്റു ഇയാളുടെ മോഡുലസ് എന്താണ്, √1² + 1² + 1² അല്ല എന്താ, 3. ഇയാളുടെ മോഡുലസ് വാല്യൂ എന്താണ്, 1 ആണ്. 3യും 3യും കട്ട് ചെയ്തു, ബാക്കി എന്താ വരിക, ഈ -1 പോയില്ലേ, ബാക്കി എന്താണ്, √3 - ലാംഡ മോഡുലസ് ഓഫ് √3 - ലാംഡ അല്ലേ അല്ലേ. ഈ √3യെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ, അപ്പോൾ എന്തായി, ഈക്വൽ ടു √3 അല്ലേ. മോഡുലസ് ഓഫ് √3 - ലാംഡ ഈക്വൽ ടു √3. എങ്ങനെ മോഡുലസിനെ ഒഴിവാക്കുക, പ്ലസോ മൈനസ് കൊടുത്താൽ പോരെ. അപ്പം എന്തായി മാറി, √3 - ലാംഡ ആരാ, പ്ലസോ മൈനസ് √3 അല്ലേ. അപ്പോൾ ലാംഡ ആരാ മക്കളെ, √3 മൈനസോ പ്ലസ് ഓഫ് √3 അല്ലേ. അപ്പം എന്തായി, √3 - √3 ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിലോ √3 + √3 എന്താ, 2√3 ആവാം. ഇതല്ലേ പോസിബിൾ ആയില്ല ലാംഡയുടെ വാല്യൂസ്. ഏതൊക്കെയാ, 0 ആവാം, അല്ലെങ്കിൽ 2√3 ആവാം. ചോദിച്ചെന്താ, സം ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ലാംഡ അല്ലേ. അപ്പം എന്താ, 0 + 2√3 അല്ലേ. ആൻസർ എന്താ, 2√3 ആണ് ആ ക്വസ്റ്റ്യൻ ആൻസർ, 2√3. ഓക്കെ, അതാണ് 20th ക്വസ്റ്റ്യൻ ആൻസർ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ.